നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 1016th day. Today 24th ശ്ലോക of Pradhamaskandam 13th chapter. For details please see the other version. Om Namo Bhagavate Vasudevaya. Om Shri Krishna Paramatmane Namah. Hari Shri Ganapadaye Namah. Avignamastu Shri Gurubhyo Namah. Om Tat Sat. Krishnam Narayanam Vande. Krishnam Vande Vrajapriyam. Krishnam Dvaipayanam Vande. Krishnam Vande Pradasudam. ശ്രീമദ് മഹാഭാഗവതം ഒരു ദിവസം ഒരു ശ്ലോകം. ഇന്ന് 1016 ദിവസം, പ്രഥമസ്കന്ധത്തിലെ 13ാമത്തെ അധ്യായത്തിലെ 24ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. തസ്യാഭിത്തവ ദേഹോയം കൃപണസ്യ ജിജീവിഷോ പരൈത്യനിച്ഛതോ ജീർണോ ജരയാ വാസസി ഇവ. ഓം തത്സത്. വിദുരർ വീണ്ടും പറയുകയാണ്, ഈ വിധം ദൈനംദിന ജീവിതത്തിൽ ആസക്തിയോട് ജീവിക്കുകയും ഇനിയും ജീവിച്ചിരിക്കുവാൻ ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ അവിടുത്തെ ഈ ശരീരം ഏത് നിമിഷവും അവിടുന്ന് ഇച്ഛിക്കാതെ തന്നെ ത്യജിക്കും. ജീർണവസ്ത്രങ്ങളെ നമ്മൾ ഉപേക്ഷിക്കും. ജീർണിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ പോലെ ഈ ശരീരം ഇതാ നശിക്കാൻ, വയസ്സായതുകൊണ്ട് ജരാനര ബാധിച്ച് നശിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇനി ആഗ്രഹിച്ചാലും ഈ ശരീരം എന്നും നിലനിൽക്കുകയില്ല, അത് നശിക്കുക തന്നെ ചെയ്യും. നമ്മൾ ഇച്ഛിക്കാത്ത ഒരു സമയത്ത് അത് നശിക്കും. അതിനു മുന്നേ അത് ശരീരത്തെ നശിക്കാൻ വേണ്ടി സമ്മതിച്ചു കൊടുത്ത് ആത്മാവിനെ ഭഗവാനിലേക്ക് ഉയർത്തുകയാണ് വേണ്ടത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പറയുകയാണ്. നാം നശിക്കാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് ശരീരം നശിക്കില്ല എന്നില്ല, അത് നശിച്ചു തന്നെ തീരും എന്ന് പറയുകയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. തസ്യാവത്തവ ദേഹോയം കൃപണസ്യ ജിജീവിഷോ പരൈത്യനിച്ഛതോ ജീർണോ ജരയാ വാസസി ഇവ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ തൃക്കാൽക്കൽ ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.